ഏതൊരു അവയവവും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പ്രാപ്തമല്ല ശരീരത്തിൽ, അല്ലേ? ഹൃദയത്തിന് തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല, മറ്റെല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലേ ഹൃദയത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ തലച്ചോറും മറ്റ് എല്ലാ അവയവങ്ങളുടെയും സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. രക്തചംക്രമണം, രക്തത്തിലെ ഓക്സിജൻ, രക്തത്തിലെ ഗ്ലൂക്കോസ്, രക്തത്തിലെ ലവണങ്ങൾ, രക്തത്തിലുള്ള അണുബാധ, ഇതൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുമ്പോൾ പെട്ടെന്ന് മോഹാലസ്യം ഉണ്ടാകുന്നത്. രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് ആളിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആൾ എത്തിച്ചേരുന്നത്. രക്തത്തിൽ അണുബാധ കൂടുന്ന സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊക്കെ ഈ തലച്ചോറിനെ മറ്റു അനവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുകൊണ്ടാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ പാരിസ്ഥിതിക ഘടകങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കും. കാരണം തലച്ചോറിന് വിശ്രമം ആവശ്യമാണ്, മറ്റേതൊരു അവയവത്തെയും പോലെ. തലച്ചോറിന് വിശ്രമം കിട്ടുന്നൊരവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്ത് 2-3 പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഒന്ന്, തലച്ചോറിലെ കോശങ്ങൾ വിശ്രമിച്ച് ഊർജ്ജസ്വലത കൈവരിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നത്. പകൽ സമയത്ത് തലച്ചോറിലെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതും ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്. ഏറ്റവും പ്രധാനം, നമ്മൾ പകൽ സമയത്ത് കാണുകയും കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന അറിവുകൾ തലച്ചോറിൽ അടുക്കി വെക്കുന്നൊരു പ്രക്രിയ, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി, ഇത് നടക്കാനും ഉറക്കം ആവശ്യമാണ്. അപ്പോൾ വീട്ടിലൊരു വഴക്ക് നടന്നു, അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം മോശമായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല, അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അത് ചിലപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങളുടെ രൂപത്തിൽ പ്രകടമായേക്കാം. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം. ഇനി വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് വിഷാദത്തിലേക്ക് വരികയാണ്. വിഷാദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനു മുൻപ് തലച്ചോറുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു ഗവേഷണ പ്രബന്ധം 1970കളുടെ ഒടുവിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ജോർജ് ഏംഗൽസ് എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, ആരോഗ്യത്തിൻ്റെയും രോഗാവസ്ഥയുടെയും ജൈവ മാനസിക സാമൂഹിക മാതൃക എന്ന ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ആരോഗ്യമെന്ന അവസ്ഥയ്ക്ക് 3 ഘടകങ്ങളുണ്ട്. ജീവശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്, സാമൂഹ്യമായ ഘടകങ്ങളുമുണ്ട്. ഒരു ഉദാഹരണം ലളിതമായി പറഞ്ഞാൽ, പ്രമേഹം, ഷുഗറിൻ്റെ അസുഖം നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ പുറകിൽ ജീവശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്. നമ്മുടെ വയറ്റിലുള്ള പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി, ഒന്നുകിൽ അത് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഈ പ്രമേഹത്തിൻ്റെ പുറകിലുള്ള ജീവശാസ്ത്രപരമായ അടിസ്ഥാന കാരണം. 2, മനഃശാസ്ത്ര വശങ്ങളുമുണ്ട് പ്രമേഹത്തിന്. ഇപ്പോൾ കൃത്യമായി വ്യായാമം ചെയ്ത് കൃത്യമായി മരുന്ന് കഴിച്ച് കൃത്യമായി ഭക്ഷണം നിയന്ത്രിച്ച് പോകുന്നൊരു വ്യക്തി പെട്ടെന്ന് ചിലപ്പോൾ നോക്കുമ്പോൾ അയാളുടെ ഷുഗർ 400 നിൽക്കുന്ന കാണാം. ചോദിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിക്കാണില്ല. അദ്ദേഹത്തിന് എന്തോ മാനസിക സമ്മർദ്ദം മൂലം, ജീവിതത്തിലുണ്ടായ എന്തോ ഒരു ദുരനുഭവം മൂലം അദ്ദേഹം വല്ലാത്ത മനപ്രയാസത്തിലേക്ക് പോയി. അപ്പോൾ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുന്നു, അതുമൂലം പ്രമേഹം വഷളാകുന്നു. ഇനി സാമൂഹ്യമായ ഘടകങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും മികച്ച മരുന്ന് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഇൻസുലിൻ നമ്മൾ രോഗിക്ക് എഴുതി കൊടുത്തു. പക്ഷെ രോഗിക്ക് അത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിലോ തീർച്ചയായിട്ടും അത് ഒരു തരത്തിലും ഗുണകരമാകുന്നില്ല. ഇനി രോഗിക്ക് വാങ്ങാൻ പൈസയുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രോഗിക്ക് അത് നേടിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഒറ്റയ്ക്ക് കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സൗകര്യമുള്ളപ്പോൾ മരുന്ന് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, ചിലപ്പോൾ അളവ് കൂട്ടി കഴിക്കും, ഒരു ദിവസം ചിലപ്പോൾ മുടക്കിയെന്നിരിക്കും. ഇങ്ങനെ ആ ചികിത്സ ഇറഗുലർ ആകുമ്പോൾ വീണ്ടും കാര്യങ്ങൾ വഷളാവും. എന്ന് പറഞ്ഞതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പുറകിലും ഈ 3 ഘടകങ്ങൾക്കും പ്രസക്തിയുണ്ട്. ജൈവികമായ ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ, മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, സാമൂഹ്യ ഘടകങ്ങൾ.